ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രാജീസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പെട്ടെന്നൊരു സുഖിയൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് പയർ അല്പം വെള്ളം ഒഴിച്ച് അത് വെള്ളത്തിലൊന്നും ഇടാതെയാണ് കുക്കറിലിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നല്ല വെള്ളമെല്ലാം വറ്റി നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു 3 ഏലയ്ക്ക, അത് വലിയ ഏലയ്ക്കായിരുന്നു, അതുകൊണ്ടാണ് 3 എടുത്തത്. ചെറുതാണെങ്കിൽ ഒരു 4 എടുക്കാം. പിന്നെ ഒരല്പം ജീരകം, അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്ക് അതൊന്ന് പൊടിച്ചെടുക്കാവേ. അതിനുശേഷം ഇതാ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ കണ്ടോ, ഇതുണ്ട്, ഇതിനകത്തൊരു അല്പം പോലും വെള്ളമില്ല, നല്ലവണ്ണം വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ശർക്കരപ്പാനി ചേർക്കാം. മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ശർക്കര കൂട്ടുകയോ കുറയ്ക്കുക. ഞാനിപ്പോൾ ഒരു അല്പം ശർക്കര ഇട്ടിട്ടുള്ളൂ കേട്ടോ, കാരണം എനിക്കധികം മധുരം ഇഷ്ടമല്ല, അതുകൊണ്ട് അല്പം ശർക്കരപ്പാനി ചേർത്തു. അതിനുശേഷം നമുക്ക് ആ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കയും ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ശർക്കരപ്പാനി ഒന്നും ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, എടുത്തിട്ടില്ല. കാരണം കുറച്ച് ശർക്കര പൊടിച്ച് വെള്ളത്തിലിട്ട് നമുക്കതൊരു പാനിയാക്കി എടുക്കാൻ ഈസിയാണല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കേസാണല്ലോ. നമുക്കതൊന്ന് ഉരുട്ടി നോക്കാം. ഉരുട്ടി നോക്കുമ്പോൾ പാനി ഒഴിച്ചപ്പോൾ ഇത് കണ്ടോ, കുറച്ച് ലൂസായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അത് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് അവലിട്ട് കൊടുക്കാം. ഞാൻ വെള്ള അവലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം കൈകൊണ്ടത് കുഴച്ചെടുക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ നല്ല ഉരുട്ടാൻ പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നല്ല ഉരുളകളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ ഉരുട്ടി എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മൈദയും അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും പിന്നെ ഒരല്പം പഞ്ചസാരയും ഉപ്പും ചേർത്ത് ഇത് ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ റെഡിയാക്കി വെച്ചിരുന്നത്. അതിനുശേഷം നമുക്കൊരു പാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചീനച്ചട്ടിയോ എന്തെങ്കിലും അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ മാവിൽ മുക്കി ഓരോന്നായിട്ടിടാം. അപ്പം ഞാൻ ആദ്യം കാണിച്ച കൺസിസ്റ്റൻസിയില്ലേ, അതിനെ കഴിഞ്ഞ് ഒരിച്ചിരി കൂടെ മൈദാപ്പൊടി ഇട്ട് ഞാൻ കുറുക്കിയിട്ടുണ്ട്, കാരണം അത് തീരെ നൈസായിരുന്നു. അപ്പം ആ ബാറ്റർ തയ്യാറാക്കിയ കൂടെ തന്നെ ഞാൻ അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ സുഖിനെല്ലാം തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതായിരുന്നു ആദ്യം ഞാൻ ചുട്ടെടുത്ത്. കണ്ടോ, ആ മാവ് അല്പം ഒരു നൈസായിട്ട് തോന്നും. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ഷെയറും ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരേക്കും എല്ലാവർക്കും ബൈ.